കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശം നിങ്ങൾ ശ്രമിച്ചാലും 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവിധം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിലാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം ശ്രദ്ധയോടെ കേൾക്കുക. ദൈവമക്കളെ, നമ്മളിന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, അല്ലേ? കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന സ്തോത്രം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന, സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന പാവപ്പെട്ടവരെ സ്തോത്രം, പല രീതിയിൽ വസ്ത്രം കൊടുത്തും വീട് വെച്ച് കൊടുത്തും പൈസ കൊടുത്തും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് നല്ല പ്രവൃത്തികൾ, ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന അനേകരെ നമുക്ക് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ ദുഷ്ടതയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരില്ലേ, അല്ലേ? ഇന്ന് നമുക്കറിയാം, കേരളത്തെ നമ്മൾ ഒരു ചൊല്ലി വിളിക്കാറുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്, അല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന പ്രവൃത്തികൾ നിങ്ങൾ നോക്കിയേ. സ്തോത്ര, കൊലപാതകങ്ങളാകട്ടെ, പീഡനങ്ങളാകട്ടെ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന സ്തോത്ര നരാധമന്മാരായിട്ടുള്ള അനേകരെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ കാണുവാൻ തക്കവണ്ണം കഴിയും, അല്ലേ? ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള ഇന്ന് നമുക്ക് ഇന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്കിതെല്ലാം അറിയാൻ കഴിയും, അല്ല? അപ്പനെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അപ്പൻ, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്, ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, അല്ല സ്തോത്ര, അമ്മയെ കൊല്ലുന്ന മകൻ, സ്വന്തം ഇങ്ങനെ സഹോദരങ്ങളെ കൊല്ലുന്നവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് ദുഷ്ടപ്രവർത്തികൾ, ഹീനമായ പ്രവർത്തികൾ നടക്കുന്ന ഒരു കൊച്ചു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പലപ്പോഴും അതിൻ്റെ സ്തോത്രം പരിണിത ഫലം എന്ന രീതിയിൽ ഇന്നത്തെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പലപ്പോഴും കേസും കോടതിയിലേക്കൊക്കെ പോകുന്നു. പലപ്പോഴും അത് അർഹിക്കത്തക്ക, ഇല്ലെങ്കിൽ കുറ്റം ചെയ്തവർക്ക് അർഹിക്കത്തക്ക രീതിയിലുള്ള സ്തോത്ര ശിക്ഷണ അല്ലെങ്കിൽ ശിക്ഷാവിധികൾ പോലും നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് വരുന്നില്ല, സ്തോത്രം, അല്ലെങ്കിൽ അവിടെ എല്ലാം ഇന്ന് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, സ്വാധീനങ്ങളോ പണമോ സ്തോത്രം സ്ഥാനങ്ങളോ ഒക്കെ അതിൻ്റെ പുറകിൽ അത് വെളിപ്പെട്ട് വരികയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം, നമ്മളിവിടെ ചെയ്യുന്ന നല്ല പ്രവർത്തികളാകട്ടെ, തീയ പ്രവർത്തികളാകട്ടെ, എല്ലാം നിമിത്തം എവിടെ നിൽക്കേണ്ടി വരും? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപേ നിൽക്കേണ്ടതായിട്ട് വരും. പ്രൈസല്ലേ, ഇവിടെ നമുക്ക് തൽക്കാലം ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വരാം. ഇവിടുത്തെ പലരുടെയും കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ സ്തോത്രം മറഞ്ഞു നിന്നെന്ന് വരാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആർക്കും മറയുവാൻ തക്കവണ്ണം കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. 58-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത് വാക്യത്തിൽ പറയുന്ന, ആകയാൽ നീതിമാൻ പ്രതിഫലം ഉണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ സന്ദേശത്തിലൂടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൽ സ്തോത്രം പലപ്പോഴും നമുക്ക് അർഹമായ സ്തോത്രം വിധികൾ, ഇല്ലെങ്കിൽ അർഹമായ നീതി ലഭ്യമാകാതെ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. ഇവിടുത്തെ കോടതിക്ക് അവധിയുണ്ട്, ഇവിടുത്തെ കോടതിക്ക് പരിമിതിയുണ്ട്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് സ്തോത്രമല്ലേലൂയ ചില നിയന്ത്രണ പരിധികളുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു സമയത്തും ഒരു കാലത്തും അടയാത്ത, എപ്പോഴും നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു കോടതി നമുക്ക് വേണ്ടിയുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കോടതി. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് വെളിപ്പെടുത്താൻ പോകുകയാണ്. എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നീതി വെളിപ്പെടേണ്ടത്, ആ നീതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തനാണ്. ദൈവത്തിൻ്റെ കോടതിയിൽ സ്തോത്രം നിനക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്ന ഒരു ദൈവം ചലിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും ദൈവപ്രവൃത്തികളും കണ്ട് കർത്താവിൽ സന്തോഷിക്കപ്പെടുവാൻ സ്വർഗം ഇടവരുത്തിയാട്ട് സമസ്തവും ഏൽപ്പിക്കുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.